നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേട്ടോ. അവിടുത്തെ ഒരു ഗാർഡൻ, അതായത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഭാഗമായിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് ഇവിടെ എൻ്റെ ബാക്കിലൊക്കെ കാണുന്നത് കേട്ടോ. അതിൽ ഞങ്ങളവിടെ ആ ഗാർഡനിൽ ചെയ്തത് ഒന്ന് ബട്ടർഫ്ലൈ ഗാർഡൻ്റെ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചട്ടിയിലായി കുറച്ച് ഔഷധ സസ്യങ്ങളും. ഇതാണ് അവിടുത്തെ ചെയ്ത വർക്ക്. എൻ്റെ നേതൃത്വത്തിൽ, ഓപ്പൺ അഗ്രികൾച്ചർ ടീമിൻ്റെ നേതൃത്വത്തിൽ ചെയ്തൊരു വർക്കാണ് കേട്ടോ. ഞാനും ഞങ്ങളുടെ ടീമിലെ ആളുകളൊക്കെ കൂടി ചെയ്തൊരു വർക്കാണ്. ഇതിൽ പ്രധാനമായിട്ട് അവിടെ ചെയ്തിട്ടുള്ളത്, ആ ഗാർഡനിലേക്ക് കടക്കുമ്പോൾ ഇടത്തും വലത്തു ഭാഗത്തുമായിട്ട് 2 സെക്ഷനായിട്ട് ജൈവ വൈവിധ്യ പാർക്കിലേക്ക് ആവശ്യമുള്ള ചെടികളിലെ പ്രധാന ഭാഗമായ ശലഭോദ്യാനം ചെടികൾ, അതായത് ബട്ടർഫ്ലൈ ഗാർഡൻ പ്ലാന്റ്സ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ പ്ലാന്റ്സ് 2 തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മളുടെ ലാർവ സസ്യങ്ങൾ, അതായത് ശലഭങ്ങൾക്ക് മുട്ടയിടാനും അവ പുഴുവായി വന്നിട്ട് അവിടെ ആഹാര സസ്യങ്ങളായിട്ടുള്ള ചെടികളാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ശലഭങ്ങളുടെ ആകർഷണ ചെടികളാണ്. ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ. ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ പറഞ്ഞാൽ പൂക്കളുള്ള എല്ലാത്തരം ചെടികളും അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ശലഭ ചെടികളുടെ പ്രത്യേകത. ഇനി ഈ ശലഭങ്ങളുടെ ലാർവാ സസ്യം എന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ചെയ്യുകയാണെങ്കിൽ തെച്ചി ശലഭങ്ങളുടെ ലാർവാ സസ്യമാണ്, മാവ് ലാർവാ സസ്യമാണ്. പിന്നെ അവിടെ ഞങ്ങൾ ഒരു ചെടിയുടെ മേലെ നോക്കിയപ്പോൾ ഇത്തിക്കണ്ണി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിക്കണ്ണി ഒരു ലാർവാ സസ്യമാണ്, ഒരു ശലഭത്തിൻ്റെ ലാർവാ സസ്യമാണ് ഇത്തിക്കണ്ണി. ഒരു ചെടിയുടെ മേലെ തൂങ്ങി. അപ്പോൾ ഞങ്ങളത് നശിപ്പിക്കാതെ ഇത്തിക്കണ്ണി അവിടെ നിലനിർത്തി. കാരണം ഒരു ശലഭത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു സസ്യം തന്നെയാണ്, അതിൻ്റെ ലാർവാ സസ്യമാണ് ഇത്തിക്കണ്ണി. ഇതുപോലെ നമ്മളെ ആൽവർഗത്തിൽപ്പെട്ട ചെടികൾ, കറിവേപ്പ്, പിന്നെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ലാർവാ സസ്യം. നാരകത്തിൻ്റെ ഇലയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കറിവേപ്പിലും കണ്ടിട്ടുണ്ടാവും. നാരകക്കാളി എന്ന് പറയുന്ന ശലഭം മുട്ടയിട്ട് പുഴുവായിട്ട് അതൊക്കെ ഇല തിന്നുന്നത്. ഇതിനെ ആരും കൊല്ലരുത്. അപ്പോൾ ആ ശലഭം ആ ശലഭത്തിൻ്റെ ജീവിതചക്രം പൂർത്തീകരിക്കാൻ ആ ചെടി വേണം. അതാണ് ആഹാര സസ്യങ്ങളായിട്ടുള്ള. അങ്ങനെ എല്ലാ ചെടിയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയുള്ള പൂച്ചെടികൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂഫിയ എന്ന് പറയുന്ന ചെടിയുണ്ട്, അരിപ്പൂവ് എന്ന് പറയുന്ന ലൻഡാന ഉണ്ട്, അരളിയുണ്ട്, മുല്ലുണ്ട്, അതേപോലുള്ള കുറേ ചെടി, സീനിയ, ഡാലിയ, കാട്ടുസൂര്യകാന്തി തുടങ്ങിയ കുറേ ചെടികളും അവിടെ വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾ വെച്ചിട്ടുള്ള മറ്റൊന്നാണ് ഔഷധ സസ്യങ്ങൾ. ഈ ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് നമ്മളെ എന്താ പറയുക, പനിക്കൊക്കെ ഉപയോഗിക്കുന്ന, ജലദോഷത്തിനും പനിക്ക് ഉപയോഗിക്കുന്ന പനിക്കൂർക്ക, പിന്നെ മഞ്ഞൾ, കുരുമുളക്, പിന്നെ അതുപോലെ തന്നെ കച്ചോലം, തിപ്പലി, ചിറ്റരത്ത, ചങ്ങലം പരണ്ട, തുളസിയുടെ വിവിധ തരം തുളസികൾ, ഇങ്ങനെയുള്ള കുറേ ചെടികൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഗാർഡൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രിൻസിപ്പൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ, അതിൻ്റെ ടീച്ചറും ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ, ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആ ചെടികൾ വെച്ച് പിടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആ ചെടികളുടെ മുകളിലെല്ലാം QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കറിൻ്റെ മേലെ എന്തുണ്ടായിരിക്കും, അതിൻ്റെ പേര്, അതിൻ്റെ ശാസ്ത്രീയ നാമം, അതിൽ വരുന്ന ശലഭത്തിൻ്റെ പേരൊക്കെ ഉണ്ടാകും. അതുകൂടാതെ അതിൽ ഒരു QR കോഡ് ഉണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ആ ചെടിയിൽ വരുന്ന ചെടിയുടെ പേര്, ശാസ്ത്രീയ നാമം, അതിൻ്റെ വിക്കിപീഡിയ ലിങ്ക്, ആ ചെടിയുടെ എല്ലാ കാര്യങ്ങളും, വീഡിയോ വേണമെങ്കിൽ വീഡിയോ, അതിൻ്റെ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, ഡീറ്റെയിൽ എല്ലാം അതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകതകളോട് കൂടിയ കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗാർഡൻ ആയിരിക്കാം ഏത്, നമ്മളുടെ TMG തുഞ്ചൻ മെമ്മോറിയൽ കോളേജിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഡിജിറ്റലൈസ്ഡ് ബട്ടർഫ്ലൈ ഗാർഡൻ, ഔഷധ സസ്യത്ത് ഗാർഡൻ. പറ്റുന്ന ആളുകളൊക്കെ അതൊന്ന് സന്ദർശിക്കുക, കോളേജ് കുട്ടികളൊക്കെ അത് സന്ദർശിക്കുക. കാരണം ഈ QR കോഡ് കൊടുത്തുകൊണ്ടുള്ള ഗാർഡൻ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ കാണുന്നത്. ഇനി മറ്റുള്ള സ്ഥലത്ത് ഉള്ളതാണെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ എന്ന് അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ആ വർക്ക് 2 ദിവസം ഞങ്ങൾ 2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ചെയ്തു തീർത്തത്. ആ സമയത്ത് ആ കോളേജ് യൂണിയൻ ചെയർമാൻ മുതൽ എല്ലാ ആളുകളും
അതിന്റെ ഭാരവാഹികൾ, അതുപോലെ എടുത്തു പറയേണ്ടതാണ് ആ വീഡിയോയിൽ കാണുന്ന കുട്ടികളല്ല കേട്ടോ. ആ ബട്ടർഫ്ലൈ ഗാർഡൻ അല്ലെങ്കിൽ ശലഭോദ്യാനത്തിന് വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ആ ചെടികൾ കുഴിച്ചിടാനും അതിന്റെ ലേബൽ ഒട്ടിക്കാനും QR കോഡ് ടാഗ് ചെയ്യാനും ഒക്കെ സഹായിച്ച കുറേ കുട്ടികളുണ്ട്. അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി പറയുക. കാരണം കോളേജ് യൂണിയൻ ചെയർമാൻ തൊട്ടിട്ട് അവരുടെ ഭാരവാഹികളെല്ലാം ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റും, അവരുടെ കോളേജുമായി ബന്ധപ്പെട്ട വലിയ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ സഹായവും അവർ ചെയ്തു തന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ അവിടെ ഒരു ക്ലാസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ട്രെയിനിങ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴി ആ കുട്ടികൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ചെറിയ ക്ലാസ്സിലും വലിയ ക്ലാസ്സിലേക്ക് സ്കൂൾ കുട്ടികളും അവിടേക്കൊന്ന് സന്ദർശിക്കുക, ഓരോ ചെടികളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത്തരം ശലഭ സസ്യങ്ങളെ വളർത്താനും, എന്തിനാണ് ഈ ശലഭ സസ്യങ്ങൾ വളർത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം ആ കുട്ടികൾ തന്നെ പറഞ്ഞു തരും ഉത്തരം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖലയിൽപ്പെട്ട കുറെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളെ പരാഗണം നടക്കുന്ന കാര്യം. ഈ പൂമ്പാറ്റകളും തേനീച്ചകളും പരാഗണം നടത്തിയിട്ട് വേണം നമുക്ക് കായകളൊക്കെ പിടിക്കാൻ അല്ലെങ്കിൽ പഴങ്ങളൊക്കെ രൂപപ്പെടാൻ. ഇങ്ങനെ പരാഗണം നടത്താൻ സഹായിക്കുന്ന പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും പരാഗണം നടത്താൻ സഹായിക്കുന്ന തേനീച്ചകളെയും പൂമ്പാറ്റകളെയും നമ്മുടെ ഭൂമിയിൽ നിലനിർത്താൻ ഈ കുട്ടികൾ കാണിക്കുന്ന ഉത്സാഹം എല്ലാവരും കാണേണ്ടതുണ്ട്. അവര് അതിന്റെ കെയറിങ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വൃത്തിയൊന്നും അല്ല പ്രധാനം, അതിലെ ചെടികളും അതിലുള്ള അറേഞ്ച്മെന്റുമാണ്. പുല്ലൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കണം. കാരണം പുല്ല് പോലും ഒരു ശലഭത്തിന്റെ ലാർവാ സസ്യമാണ്. അപ്പൊ പുല്ല് ചെത്തി മുഴുവൻ സമയം വൃത്തിയാക്കാത്ത ഒരു ഗാർഡൻ ആയിരിക്കും ബട്ടർഫ്ലൈ ഗാർഡൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്കൂൾ കുട്ടികൾ, ഈ വീഡിയോ കാണുന്ന സ്കൂൾ കുട്ടികളോ ടീച്ചേഴ്സോ ഒക്കെ ഇത്തരം ശലഭോദ്യാനങ്ങളൊക്കെ സന്ദർശിച്ച് നിങ്ങളെ വീട്ടിലും ഇത്തരം ഗാർഡനുകളൊക്കെ ഉണ്ടാക്കി നമ്മളെ ശലഭങ്ങളെ ഭൂമിയിൽ നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.